ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഷോർട്സിൽ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ എഴുത്തുകൾ എഴുതുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ എഴുതുന്ന എഴുത്തുകൾ എങ്ങനെയാണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയി ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന ആപ്പാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് കാണുന്ന ഒരു സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പോർട്രേറ്റ് മോഡിലാക്കിയിട്ട് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പെൻസിലിൻ്റെ ഓപ്ഷനാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷം വരുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന കാലിഗ്രാഫി ആദ്യം സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഇപ്പുറത്ത് കാണുന്ന പല ബ്രഷുകളുടെ മോഡൽസ് കാണാം. നമുക്കിതിൽ ഫ്ലോറലാണ് ഓപ്ഷൻ ആദ്യം എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കതിൽ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കാണുന്ന ഏത് വേണമെങ്കിലും നമുക്കത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് വീതി കൂടിയതും വീതി കുറഞ്ഞൊക്കെ ഉണ്ട്. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന കളർ ഐക്കൺ, നമുക്ക് ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടാണുള്ളത്. കുറച്ചും കൂടി വീതി വേണമെന്ന് തോന്നിയാൽ ഇതുപോലെ തന്നെ നമുക്ക് വീതി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എഴുതി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വീതിയിൽ കിട്ടി കണ്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്കത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് അമ്മ എന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി എഴുതിയതാണ്. നമുക്കിത് ഇറേസ് ചെയ്തിട്ട് വേറെ എന്താണോ ചെയ്യേണ്ടത്, എന്താണോ എഴുതാനുള്ളതെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള ബ്രഷിൻ്റെ മോഡലുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇറേസ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വിരലിൻ്റെ ചിഹ്നല്ലേ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇറേസിൻ്റെ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലോറൽ സെലക്ട് ചെയ്തതിന് ശേഷം എഴുതി നോക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് ഫ്ലോറലിൻ്റെ ഇതിലെനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഇറേസർ എടുത്തിട്ട് ഞാനതൊന്ന് മായ്ച്ച് കാണിക്കാം കേട്ടോ. ഇങ്ങനെ നമുക്കത് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മളത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഇറേസ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ പെൻസിൽ ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ ബ്രഷ് ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കളറ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ എഴുതിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തറവാടെന്നാണ് എഴുതുന്നത്. ഇത് എഴുതിയതിന് ശേഷം നമുക്ക് മുകളിലുള്ള ആ 3 ഡോട്ടില്ലേ അവിടെ പോയിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എക്സ്പോർട്ട് എന്നുള്ളത് കാണാം. എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ PNG തന്നെ എടുക്കണം. PNG എടുത്തിട്ട് നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഇപ്പോൾ ഓഫാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് ഓണാക്കി കാണിച്ചാണ് കേട്ടോ. അത് ഓണായിട്ട് കിടക്കരുത്, ഓഫാക്കിയിടാം. അതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് നമ്മുടെ ഫോണിൽ സേവായി വരും. ഇതിന് ശേഷം നമ്മൾ VN ഏതിലാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഞാൻ VNലാണ് എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇത് മുകളിൽ നിന്ന് 3ാമത്തെ ആ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോ വേണോ എന്താ വേണ്ടതെന്നുള്ളത് വരും. അതിന് ഫോട്ടോ അത് നേരെ ഗ്യാലറിയിലാണ് പോവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് സേവ് ആവുന്നത് ഗ്യാലറിയിലുണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് എവിടെയാണോ ഏത് ഭാഗത്താണ് നമ്മളത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, എഴുതാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വയ്ക്കുക. അപ്പം നമുക്കിതിന് കുറച്ച് തിന്നായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ, ഇപ്പം നമ്മുടെ അത് ഇഷ്ടാനുസരണം നമുക്കത് മാറ്റിയെടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു എഴുത്ത് ഷോർട്സിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.